ഹായ്, നമസ്കാരം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചേട്ടനെ കാണുമ്പോഴേ ആൾക്കാര് കറക്റ്റ് ജയൻ എന്ന ആളുടെ കറക്റ്റ് സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ ഭയങ്കരമായിട്ട് കമന്റ് ഒക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ തോന്നുന്നു അതന്നെ കറക്റ്റ് ജയൻ. എങ്ങനെയുണ്ട് ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോ? എങ്ങനെയാ പ്രതികരണം? പ്രശ്നം ഉള്ളത് കൊണ്ട് ഇല്ലാത്തതുണ്ട്. പ്രതികരിക്കുന്നത് ഒരൊറ്റ ടീമാണ്. തിരുവനന്തപുരത്ത് ജയൻ കലാ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിന്റെ അച്ഛന്റെ പേരിൽ നടത്തുന്ന ഒരു ഉടായ്പ സംഘടനയാണ്. അത് അവരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് എടുത്ത് എനിക്കെതിരെ ഇടുന്ന വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ എല്ലാം ലോക്ക്ഡ് പ്രൊഫൈലാണ്. ഒറ്റ പ്രൊഫൈൽ പോലും ആളില്ല. ഇങ്ങനെ വ്യാജ ID ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ ഓരോന്നൊക്കെ പറയുന്നു. പൊതുജനങ്ങൾ ആരും എന്നെ കുറിച്ച് ഇന്നേ വരെ അക്ഷരമില്ല. കാര്യം ഞാൻ എവിടെ ചെന്നാലും ഇപ്പം ജനങ്ങളെല്ലാവർക്കും എന്നെ തിരിച്ചറിയാം. ഓടി വന്നിട്ടുണ്ടെന്ന് ചേട്ടാ മുള്ളി ചേട്ടാന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളും കണ്ടത് എന്നെ കണ്ടുള്ളത് ഇല്ലേ? എന്നെ കണ്ടു. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. പറയുന്നവരും പറഞ്ഞോട്ടെ. അത് എനിക്കിപ്പം ഈ പറയാത്ത ഒട്ടും വിഷമം തോന്നില്ല. ചെറിയ നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഇതൊരു അറിവില്ലായ്മയായിട്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തൊക്കെ പറയാനുള്ളത് കാരണമില്ല. നമ്മുടെ രേണുസുതി പ്രത്യേകം പറയേണ്ട കാര്യമാണ്. രേണുസുതി എന്ന് പറഞ്ഞ പെങ്കൊച്ച്, സുധി എന്ന് പറഞ്ഞ ആ സിനിമാക്കാരൻ, ആ മിമിക്രി കലാകാരനെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ശാരീരിക ബന്ധം നടത്തി ഭാര്യ നിലയിൽ അതിൽ കുഞ്ഞൊക്കെ ജനിച്ചു തോന്നുന്നു. ആ സ്വന്തം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ജീവിതമാർഗമായിട്ട് അറിയാവുന്ന ആ ഒരു ചെറിയ കഴിവ്, ചെറിയ അഭിനയിക്കാനൊക്കെ അറിയാം. ഇനി കൈയടിഞ്ഞ് മാറും ആണ്. ആ പെങ്കൊച്ചു സിനിമ ലോകത്തേക്ക് വന്നതിന് അഭിനയിക്കുന്നതിന് എന്തെല്ലാം അനാവശ്യം പറയുന്നത്. അതിന് എന്നെക്കാട്ടി കൂടുതൽ തെളിവുണ്ട്. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു തെളിവാണ്. DNA എടുത്താൽ നമുക്ക് ജയന്റെ മകൻ എന്ന് വേണമെങ്കിൽ ഉറപ്പിക്കാൻ അച്ഛൻ വീട്ടിൽ തരുന്നത്. പക്ഷെ സുധീരേണ് എന്ന് പറഞ്ഞ പെങ്കൊച്ച്, സുധി എന്ന് പറഞ്ഞ ആളുടെ വൈഫാണ്. താലി കെട്ടി പെൺകുട്ടിയാണ്. അതിനെ സോഷ്യൽ മീഡിയ വഴി ഇത്രയും അവമാനിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് എന്നെ പറ്റി പറയുന്നത് എനിക്ക് യാതൊരു ഇതുമില്ല. കാര്യം അറിയോ? ഈ പറയുന്ന വ്യക്തികളൊന്നും എൻ്റെ അച്ഛൻ ശ്രീ ജയന്റെ വീട്ടിനടുത്ത് അല്ല. ഇപ്പം ഈ ചേട്ടന് ഇപ്പം മുരളി ജയൻ അല്ലെങ്കിൽ ഇപ്പോൾ ജയന്റെ മകനാണ് ചേട്ടൻ എന്നത് എന്തെങ്കിലും ഒരു തെളിവ് ചേട്ടൻ അറിയില്ല? തെളിവ് നമ്മുടെ എല്ലാവരും അച്ഛൻ ആരാണെന്ന് പറയുന്നത് നമ്മുടെ അമ്മയല്ലേ. അമ്മ അല്ലാതെ ആർക്ക് പറയാൻ പറ്റും? ആരാണ് അച്ഛൻ? അമ്മയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇതിപ്പോ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് പറയുന്നല്ലേ. എൻ്റെ ജനനവും ആ വീട്ടിലായിരുന്നു. ശ്രീകൃഷ്ണ വിലാസത്തിലായിരുന്നു ഓലിയിൽ. ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പ്രസവിച്ച. പക്ഷേ എൻ്റെ അമ്മ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് ഭാരതിയമ്മ. എൻ്റെ അച്ഛൻ ശ്രീ ജയൻ്റെ അമ്മ ഭാരതിയമ്മയാണ് എൻ്റെ അമ്മയുടെ പ്രസവം നടന്നത്. 2 വയസ്സ് വരെ ഞാൻ ആ വീട്ടിൽ വളർന്നതാണ്. ഇപ്പം ജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മകൻ വേറെ ഏതെങ്കിലും ഒരു കോലത്തിൽ വന്നിരുന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ അമ്മയുടെ ലുക്കായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ശാരീരികമായ വിഷയം എന്ന് പറയുന്നത് 2 അവസ്ഥയുണ്ട്. ഒന്ന്, എൻ്റെ അച്ഛന് വയസ്സ് 41 ഉള്ളൂ. ആ 41ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. നല്ല യൗവനമാണ്. എനിക്കിപ്പം വയസ്സ് 55ആയി. അപ്പോൾ 14 വയസ്സിന് വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. 2 അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി ഒരു നേവി ഉദ്യോഗസ്ഥൻ, നല്ല യൗവനം നിൽക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ വന്ന് എല്ലാ സിനിമയും വിജയിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കിയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒറ്റ സിനിമ പോലും പരാജയപ്പെടില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെവലും എൻ്റെ ലെവലും തമ്മിൽ വ്യത്യാസം. ഞാൻ കൂലിപ്പണി വിജയിക്കുന്നില്ല. ഞാൻ ഇലക്ട്രിക്കൽ പണി, പ്ലംബിംഗ് പണി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമ്മ വിശ്വകർമ്മ സമുദായക്കാരി ആയതുകൊണ്ട് അമ്മ എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ സൈക്കിൾ വർഷാപ്പിൽ കൊണ്ടു നിർത്തി. നമ്മൾ കുഞ്ഞുങ്ങൾ അറിയില്ല. അത് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വർഷങ്ങളോളം 10ാം ക്ലാസ് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഞാൻ മക്കാട് പണി ചെയ്തതാണ്. കൈവണ്ടിപ്പണി, മക്കാട് പണി, എല്ലാ പണിയും ചെയ്തതാണ്. മണ്ണ് കൊണ്ട്, പാറ കൊണ്ട്. ഞാനൊക്കെ ഇപ്പോഴും ഞാൻ ഇത് 55 വയസ്സിൽ ഞാൻ ഒരുപോലെ ഇന്ന് പണി ചെയ്യും. അപ്പൊ ആ ലെവലിൽ തെരുവിൽ കടന്ന് ആ ലെവല് വേണം. അതാണ് എൻ്റെ ഈ ഒരു ഇത്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ മാനസിക പ്രശ്നം. ഡിസംബർ മാസം, അടുത്ത മാസം, ഇപ്പം നവംബർ ഡിസംബർ എൻ്റെ എല്ലാ ബാധ്യതയും ഒരു വിധം കഴിയുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മോൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മോളെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രീ. അവർക്ക് ജോലിയാകുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീ. ഇപ്പം ലുക്ക് മാറും. അതിൻ്റെ മാറ്റമാണ് ഈ കാണുന്നതല്ല. ഇനി നമ്മൾ മാറും. സിനിമ സംഘടനകൾ കുറെ ഉണ്ട്. ഇപ്പോൾ അമ്മയാണെങ്കിലും അതിലൊന്നും ഇപ്പം ജയന്റെ ആണെങ്കിൽ ജയന്റെ മകനെ അംഗത്വം കൊടുക്കാൻ അങ്ങനെ സമീപിച്ചിട്ടുണ്ട്? ചേട്ടൻ അവർ സമീപിച്ചിട്ടില്ല? ഞാൻ പോയിട്ടില്ല. പോകാൻ നമുക്ക് സംഭവം ആയില്ലല്ലോ. സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടാണ് എന്നെ ഇപ്പോൾ സിനിമയിൽ വിളിച്ചത്. ഞാൻ എന്നാലാവുന്ന തരത്തിൽ ഞാൻ ഇപ്പോൾ ഈ സിനിമയിൽ ശക്തമായ ഒരു ഫൈറ്റ് സീൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. ഞാൻ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് സീൻ ചെയ്യാനായിട്ട് ചെയ്യുന്നത് മലയാളം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു.